ഹലോ, ഞാനിന്ന് നിങ്ങൾക്ക് ഷർട്ട് ഇസ്തിരി ഇട്ട് മടക്കേണ്ട ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്കറിയണ പോലെ കേട്ടോ. ഞാൻ 2 സൈസിൽ മടക്കാറുണ്ട്. ഞാൻ ഇസ്തിരി വിട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, നമ്മുടെ ഓരോ തുണീനനുസരിച്ച് നമുക്ക് ചെറിയ തീയിലിടാം കേട്ടോ. വലിയ തീ വേണമെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. എപ്പോഴും ഇസ്തിരി ഇടുമ്പോൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. അത് പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഈ തുണി ഇത്തിരി ലിനൻ പോലത്തെയാണ്. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം ഞാൻ ചെറിയ തീ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കോട്ടനൊക്കെ ഇല്ലെങ്കിൽ ഞാൻ കയ്യിൽ വെച്ചിട്ട് പടപടാന്ന് ഇസ്തിരിടും സാധാരണ പോലെ. ഇതിപ്പോൾ ഞാൻ ഒരു സൈസ് 2 സൈസിൽ മടക്കാൻ ആ രീതി നിന്ന് കാണിച്ചാൽ ചിലർക്കൊന്നും തുണി മടക്കാൻ അറിയാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലരൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അത്യാവശ്യമില്ലല്ലോ ഒക്കെ നിങ്ങൾ ഇസ്തിരി ഇരിക്കണം. അതാണ് നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യം വരുന്നെങ്കിൽ അൽമാരിയിൽ കൊള്ളാനായിട്ട് കുറേ ഷർട്ടുകളുള്ളവരാകുമ്പോൾ നമുക്ക് എളുപ്പത്തിനുള്ള പണിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളപ്പോൾ ആദ്യം ഷർട്ട് ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് മടക്കാം. കണ്ട, ഇങ്ങനെ മടക്കാം. ബാക്ക് നമുക്ക് ഷർട്ടിൻ്റെ കയ്യെ ഇങ്ങനെയൊന്ന് മടക്കി കഴിഞ്ഞു. പേടിയാ, ഇത്തിരി ലീനേ പെട്ടെന്ന് നമുക്ക് ചൂട് കയറും, അറിയില്ല അത്. അതുപോലെ തന്നെ ഈ കയ്യും ഇങ്ങനെ ഇതാക്കാം കേട്ടോ. ഓരോ ഡ്രസ്സുകൾ ഇസ്തിരി ഇട്ടിട്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത് ചേട്ടൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ ഞാൻ ഇസ്തിരി ഇട്ട് ആഴ്ചയിൽ കയറ്റും. അതുപോലെ ലിജോനായാലും ഞാൻ ഡ്രസ്സുകൾ അവൻ ട്യൂഷന് പോയി മാഷായി പോയി തുടങ്ങിയ പിന്നെ അവൻ്റെ ഡ്രസ്സ് ഇതുപോലെ ഇസ്തിരി ഇട്ട് കയറ്റിവിട്ടാ ഞാൻ. നമുക്ക് അത് അവർ വൃത്തിയിൽ പോയി കാണാൻ എന്നൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യണം. പിന്നെ അവർക്കത് തിരക്ക് അന്നൊക്കെ 5:30 പോവുകയില്ല. നേരത്തൊക്കെ ഇസ്തിരി ഇടാൻ പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ, ഓർക്കത്തിൽ നിന്ന് വെച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്നിട്ട് നോക്കിയത് ഇങ്ങനെ മടക്കാം കേട്ടോ. കണ്ടോ, ഇതേ നമുക്കപ്പോൾ അലമാരിയിൽ വെക്കാനായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു പണിയാകുമ്പോൾ ഞാൻ പറയണം. മനസ്സിലായി? നീളം കുറഞ്ഞിട്ട് അങ്ങനെ ഈ സാധനം ഇങ്ങനെ മടക്കുക. ഇപ്പം എങ്ങനെയുണ്ട് നോക്കിയാൽ ചെറുതായില്ലേ ഷർട്ട്? വളരെയധികം ഷർട്ടുകൾ നമുക്ക് അലമാരിയിൽ കയറ്റാൻ പറ്റുമോ? വേണ്ട, ഇസ്തിരി ഇട്ട് കയറ്റുമ്പോൾ ചെയ്യുന്നവരുണ്ടാവും നിങ്ങൾ. എനിക്കറിയുന്നത് ഞാൻ ഇതൊന്ന് കാണിച്ചു. ഓക്കെ, ഞാൻ വേറൊരു മോഡൽ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് തന്നെയാണ്. ഇത് നീളത്തിൽ മടക്കണതില്ലേ നമ്മൾ അതാണ്. ആദ്യം നമ്മൾ കോളർ ഇസ്തിരി ഇടുക. ഇത്തിരി ഇത് കൂടുതൽ വേണം, അത് കട്ടിയുള്ള തുണിയാണ്. ആദ്യം കോളർ ഇസ്തിരി ഇടുക, പിന്നെ നമ്മൾ എല്ലാ സൈഡും ഒന്ന് ഇസ്തിരി ഇടുക. അപ്പോൾ സ്റ്റാർച്ച് ചെയ്ത് പെട്ടിയിൽ മടക്കി വയ്ക്കാത്ത കാരണം ഞാൻ ഇളക്കിയാലും ഇട്ടിരുന്നത് കേട്ടോ. ഇത്തിരി കട്ടിയുള്ള തുണിയായിരുന്നു. ഞാൻ വിരിച്ചിറങ്ങണം, പൊതുപ്പ് ഒരെണ്ണം വിരിച്ചിട്ടുണ്ട്. കാരണം പൊതുപ്പ് ചുളിയോ. ഓരോ സൈഡും നമ്മൾ ഇസ്തിരി ഇട്ട് കൊണ്ടുവരിക കേട്ടോ. നമ്മൾ തുണി ഇങ്ങനെ ഉജാല സ്റ്റിഫ് ഞാൻ പിഴിഞ്ഞിട്ടില്ല, കാരണം അത് നല്ല സ്റ്റിഫായി വരും ഇസ്തിരി ഇടുമ്പോൾ. ആ തുണിയിൽ അങ്ങനെ പിഴിഞ്ഞാൽ നിൽക്കില്ല തുണിയാണ്, നിൽക്കാത്ത തുണിയാണ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എന്നാലും അതിന് പിഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിഫ് ചെയ്തിട്ട് തന്നെ എല്ലാ തുണിയും ഇടുക ഞങ്ങൾ. അപ്പോൾ അതെ, ഞാൻ എല്ലാ സൈഡും ഞാൻ ഇസ്തിരി ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കാം. ബട്ടൺസ് നമുക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ വില കൂടിയ കാര്യം പറയണേ. 430 രൂപയായി വെളിച്ചെണ്ണ, 1 കിലോ വെളിച്ചെണ്ണ. എന്താ ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് വില കാരണമെന്ന് അറിയില്ല. തേങ്ങ കിട്ടാനില്ലാത്ത കാരണമെന്നാണ് പറയണത്. കേരളത്തിൽ തേങ്ങ ഇല്ലാണ്ടാവും. ആൾക്കാരൊക്കെ തേങ്ങയൊക്കെ മുറിച്ച് തെങ്ങൊക്കെ മുറിച്ച് വീട് വയ്ക്കലൊക്കെ ആയിട്ട് ആൾക്കാരെന്നെ കാശ് കൂടുതലുള്ള കാര്യത്തിൽ തെങ്ങ് കൃഷിയൊന്നും ചെയ്യില്ല നമുക്ക് ആൾക്കാർ. പിന്നെ നമ്മളിങ്ങനെ അത് മടക്കിയിട്ട് ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് ഇസ്തിരിട്ട് കൊടുക്കുക. കണ്ട, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്നും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. മറ്റേ പോലെ മടക്കണമെങ്കിൽ നമുക്ക് ചെറുതായി കിട്ടും മാത്രം. ഓക്കെ, കണ്ടോ? അപ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇതൊന്നുകൂടി നമ്മൾ ഇങ്ങനെ മടക്കണമെങ്കിൽ ഇങ്ങനെ മടക്കാം. ഒറ്റ ലൈനായിട്ട് ഒരു മടക്കം. ഞാനിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു മടക്കം കൂടി മടക്കും.
അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഒന്ന് ചെറുതായി കിട്ടും. കണ്ട ഇങ്ങനെ ഇതൊരു മോഡല്, ഇതൊരു മോഡൽ കേട്ടോ. കണ്ടില്ലേ? ചെയ്ത് നോക്കട്ടോ.